വിശദമായ വാർത്തകളിലേക്ക്. ബന്ധുനിയമന വിവാദത്തിൽ ഇ പി ജയരാജനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ നാളെ പുറപ്പെടുവിക്കും. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല. തീരുമാനം വിജിലൻസ് കോടതിയെ അറിയിക്കും. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം വിജിലൻസ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. രാവിലെ മുതൽ നിയമവൃത്തങ്ങളുമായി കൂടിക്കാഴ്ചയിലായിരുന്നു ജേക്കബ് തോമസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രൻ, അഡീഷണൽ ഡയറക്ടർ കെ.ഇ. ബാബു, ലീഗൽ അഡ്വൈസർ സി.സി. അഗസ്റ്റിൻ, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ചെറുന്നൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി ഒന്നിലേറെ തവണ ജേക്കബ് തോമസ് കൂടിക്കാഴ്ച നടത്തി. ഇ പി ജയരാജനെതിരായ പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ നിയമോപദേശം. എന്നാൽ പൊതുമേഖലാ സ്ഥാപന മേധാവിമാരെ നിയമിക്കുന്നത് റിയാബാണെന്നിരിക്കെ മന്ത്രിക്കെതിരായ തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്ക വിജിലൻസിനുണ്ട്. പരാതിയുടെ ഇരുവശങ്ങൾ പരിശോധിച്ചെങ്കിലും ലളിതകുമാരി കേസിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയേ മതിയാവൂ എന്നതാണ് നിയമം. കൂടാതെ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വകാര്യ പരാതി വിജിലൻസ് കോടതി മുമ്പാകെയുണ്ട്. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് തീരുമാനിച്ചതായുള്ള ഡയറക്ടറുടെ അറിയിപ്പ് കോടതിയെ അറിയിക്കും. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് നിലവിൽ കേസന്വേഷണം കൈമാറിയിരിക്കുന്നതെങ്കിലും നാളെ രാവിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിനു ശേഷമാവും അന്വേഷണ വിശദാംശങ്ങൾ തീരുമാനിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി. നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിവാദ നിയമനം ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ മന്ത്രിസഭാ തീരുമാനം. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം നടത്തും. നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. വിവാദ നിയമന വാർത്ത വന്ന ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമായതിനാൽ നിയമന വിഷയം തന്നെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമനങ്ങളെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നൽകിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തസ്തികകളിലെ നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ദേശീയ തലത്തിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നേടുന്നവർക്കും വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ത്വരിത പരിശോധന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇ പി ജയരാജൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ ആവശ്യപ്പെട്ടു. ത്വരിത പരിശോധനയ്ക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്യണമെന്നും ചെന്നിത്തല. അതേസമയം വിജിലൻസ് അന്വേഷണം നടന്നിട്ടും UDF കാലത്ത് KM മാണി രാജിവെക്കാത്തത് ബന്ധു നിയമനവുമായി ചേർത്ത് വായിക്കേണ്ടതില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. UDF കാലത്ത് ബന്ധുക്കളെ നിയമിച്ചതും ചെന്നിത്തല നിഷേധിച്ചു. CP ജയരാജൻ രാജിവെക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ജയരാജന്റെ രാജി ഒഴിവാക്കാനുള്ള CPMന്റെ ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മന്ത്രിയായതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകനാണ്, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള മന്ത്രിയാണ്. അദ്ദേഹം ചെയ്തത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. 1988 അഴിമതി നിരോധന നിയമത്തിലെ 13, 15 എന്നീ വകുപ്പുകൾ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീർച്ചയായും കുറ്റക്കാരനാണ്. ബന്ധു നിയമന വിവാദത്തെ ചൊല്ലിയുള്ള അന്വേഷണം UDF നേതൃത്വത്തിലേക്കും നീളുന്നു. UDFന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ അടക്കം 6 മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിച്ചതായി വിജിലൻസിന് പരാതി ലഭിച്ചു. പീപ്പിൾ TV വാർത്തയെ തുടർന്നാണ് പരാതിക്കാരൻ വിജിലൻസ് ഡയറക്ടറെ സമീപിച്ചത്. പരാതിയിൽ നിയമോപദേശം തേടാൻ ജേക്കബ് തോമസ് തീരുമാനിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ബന്ധു നിയമനങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഖറിയ വിഭാഗം നേതാവായ AH ഹഫീസാണ് വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ പരാതി നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുവായ കുഞ്ഞിലമ്പള്ളിയെ സഹകരണ പരീക്ഷാ ബോർഡിന്റെ ചെയർമാനാക്കിയത് മുതൽ അനൂപ് ജേക്കബിന്റെ സഹോദരിയെയും ഭാര്യയെയും സർക്കാരിന്റെ ഉന്നത തസ്തികയിൽ നിയമിച്ചതിൽ സ്വജനപക്ഷപാതം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഉമ്മൻചാണ്ടി, അനൂപ് ജേക്കബ്, VS ശിവകുമാർ, KC ജോസഫ്, M ഉമ്മർ മാസ്റ്റർ, R ശെൽവരാജ് എന്നിവരുടെ അടുത്ത ബന്ധുക്കളെ സർക്കാർ നിയന്ത്രണ സ്ഥാപനങ്ങളിൽ നിയമിച്ചതായുള്ള വാർത്ത പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് AH ഹാഫീസ് പരാതിയുമായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ സമീപിച്ചത്. പരാതി സ്വീകരിച്ച ജേക്കബ് തോമസ് ഇതിന്മേൽ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. S ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടുമായി മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിഷയങ്ങളിലും നിയമസഭയിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ ലീഗിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഈ മാസം 15-ന് ചേരും. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉൾപ്പെടെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളോട്
മുസ്ലിം ലീഗ് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായ നടപടികളുടെ പേരിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് ലീഗിന്റെ പരാതി. BJP പല നിലയിലും ശക്തിപ്പെടാൻ നോക്കുകയാണ് സ്റ്റേറ്റിൽ. അത് UDF കാണണം, UDF അതും ചർച്ച ചെയ്യണം. വോട്ട് LDFനെ മാത്രം കണ്ടു പോയിട്ട് കാര്യമില്ല. അപ്പോൾ BJP ശക്തിപ്പെടാൻ നോക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് BJP ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കാണണം. ഏക സിവിൽ കോഡ് വിഷയവും മുസ്ലിം ലീഗ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ലീഗിന് യോജിപ്പില്ല. സ്വാശ്രയവും ബന്ധുനിയമനവും മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങൾ. ജനകീയ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരമൊരുക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി, KPM മജീദ്, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ശനിയാഴ്ച കോഴിക്കോട്ടാണ് യോഗം. കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ നേരത്തെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന ലീഗ് പരാതിയുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.